Nolta and Unitaste co-present Ondanna Ruji, co-powered by Suntips and 916 Cocoa Brand Coconut Oil, special partner Amion, and our dairy partner Payashi, education partner Moonar Catering College. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്ന രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു അതിഥിയുണ്ട്. ഈ അതിഥിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലൂടെ മിഴി രണ്ടിലും കൂടെ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണോ അല്ലയോ എന്ന് നമുക്ക് ചോദിച്ചറിയാം. വില്ലത്തരംഗത്തിന്റെ അങ്ങേയറ്റമായിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അശ്വിനാണ്. സ്വാഗതം ചെയ്യാം അശ്വിൻ. ഇത്രയും വലിയൊരു വില്ലനെ നമ്മൾ നേരിട്ടൊന്ന് കാണുകയും ചെയ്തിട്ട് നിന്നെയാണ്. എന്തൊക്കെയുണ്ട് മിഴി രണ്ടില് ഭയങ്കരമായിട്ട് ആളുകൾക്കൊക്കെ ഇഷ്ടമായിട്ട് പോകുന്നുണ്ട്. അതിനകത്ത് ഇഷ്ടമല്ലാത്തത് നരേന്ദ്രന് മാത്രമാണ്. എങ്ങനെയാണ് ആ അനുഭവങ്ങളൊക്കെ? എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ ഇപ്പം കഥകൾ ഭയങ്കര ട്വിസ്റ്റായിട്ടും ഭയങ്കര എന്താ പറയാ, ആളെ മുൾമൊഴിയിൽ നിർത്തുന്ന രീതിയിൽ കഥകൾ പോകുന്നുണ്ട്. അതില് മിഴി രണ്ടിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമാണ്. കഥകളൊക്കെ നമുക്ക് ഇനി ഇതിനകത്തോട്ട് ആദ്യം എനിക്ക് അറിയേണ്ടത് നമ്മുടെ ഒന്നൊന്ന രുചിയിലെ പ്രേക്ഷകർക്ക് അശ്വിൻ എന്താണ് ഉണ്ടാക്കി കാണിക്കുന്നത്? നമ്മുടെ ഒന്നൊന്നര രുചിയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ഒരു അയല പുളിക്കുഴമ്പ് എന്നുള്ള സാധനമാണ്. കുഴമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമിഴ് ഭാഷയാണ്. കുഴമ്പ് എന്ന് പറഞ്ഞാല് എന്താണ് ബന്ധം? തമിഴായിട്ടുള്ള ബന്ധം വരുന്നത് വെച്ചാല് ഞാൻ ശരിക്കും ജനിച്ചത് തമിഴ്നാട്ടിലാണ്. ഓ, അപ്പൊ ഇനി പറയണ്ട കൂടുതൽ. കുഴമ്പെന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ അവിടുത്തെ മീൻ കറിക്ക് പോലാണ് പുളിക്കുഴമ്പ്, വത്തൽ കുഴമ്പ്, മീൻ കുഴമ്പ്. അപ്പൊ ആ ഒരു മീൻ കുഴമ്പാണ്, ഒരു മീൻ കുഴമ്പാണ് അയല വെച്ചിട്ട്. ഇനി കേൾക്കാൻ സമയമില്ല, നമുക്ക് കാണാൻ നേരെ ഇൻഗ്രീഡിയൻസിലോട്ട് പോട്ടെ. ഓക്കെ. അശ്വിൻ, മീൻ കുളമ്പിന്റെ സകല റെസിപ്പിയുടെ ഐറ്റം വന്നിട്ടുണ്ട്. ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ തമിഴ് സ്റ്റൈലാണ്. തമിഴ് മലയാളം അല്ലേ? കഥയെന്ന് പറഞ്ഞേ. അതായത് തമിഴ് കൊലാബറേഷൻ വരാൻ കാരണം എൻ്റെ അമ്മ പഠിച്ചു വളർന്നതൊക്കെ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ വിഴുപ്പുറം എന്ന സ്ഥലത്താണ് പഠിച്ചു വളർന്നത്. എൻ്റെ സിബ്ലിങ്സും എല്ലാവരും ഉണ്ടായത് അവിടെയാണ്. അപ്പം ഞാൻ ജനിച്ചതും ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിലാണ്. അപ്പം ഈ വെക്കേഷൻ കാലത്ത് നമ്മൾ പഠിക്കുന്ന കാലത്ത് 9ാം ക്ലാസ് വരെയൊക്കെ ഞാൻ അവിടെ പോയി വരും. അപ്പോൾ എപ്പോഴും പിന്നെ ഇപ്പം നമ്മൾ കണ്ണൂർ സെറ്റിൽഡായി, കണ്ണൂർ തന്നെ കേരളത്തിൽ സെറ്റിൽഡായി. അപ്പം അമ്മയുടെ ഫുഡിനൊക്കെ ഒരു തമിഴ് കേരള ഒരു ലിങ്ക് വരും. അത് കഴിക്കുന്ന ആൾക്കാർക്ക് അപ്പം ഇങ്ങനെ ഒരു ഇതില് അമ്മ ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു ഇതൊരു കുഴമ്പെന്ന് പറയുന്നത്. നമ്മൾ മീൻ കറി എന്ന് പറയുന്നതിന് പകരം തമിഴ്നാട്ടിലെല്ലാം കുഴമ്പാണ്. പുളിക്കുഴമ്പ്, അല്ലെ വത്തൽ കുഴമ്പ്, മീൻ കുഴമ്പ് എന്ന് പറഞ്ഞ കുഴമ്പാണ്. കുഴമ്പെന്ന് ഉദ്ദേശിച്ച ചാറ് കറി. അപ്പൊ ആ ഒരു റെസിപ്പി നമുക്ക് നോക്കാം. അത് അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചതാണ്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെയും കൂടെ ഒരു ഹാഫ് മിക്സ് മാച്ച് ഉള്ള ഒരു സംഭവമായിരിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഈ ഒരു പാൻ ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ. ആൾ ഇത്രയും സോഫ്റ്റ് ആണ് ഈ സീരിയല് കണ്ട ആർക്കും മനസ്സിലാവില്ല. അത്രയ്ക്ക് ഭയങ്കരമായ ഒരു വില്ലനെ പിടിച്ച് നിങ്ങളൊരു തനി നാടൻ കണ്ണൂർക്കാരൻ. പാന് ചൂടായി നമുക്ക് വെളിച്ചെണ്ണ. എങ്ങനെയാണ് മിഴി രണ്ടിലേക്ക് എത്തപ്പെട്ടത്? ആദ്യത്തെ സീരിയലല്ലേ?
അല്ല, അതും ഫസ്റ്റ് വരുന്ന ഒരു ഓഡിഷൻ കഴിഞ്ഞ് വരുന്നു. അതെ, അതെ. ഒരു ഹിറ്റായ സീരിയലിന്റെ ഒരു കേന്ദ്ര കറിവേപ്പില. അതിനുവേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് ചെയ്യുന്നത്? ചെയ്യുന്നൊരു കഥാപാത്രം വെളുത്തല്ലേ, ചെയ്യുന്നൊരു കഥാപാത്രം മാക്സിമം ഭംഗിയാക്കണം. അപ്പം അതിലൂടെ ഇപ്പം എനിക്ക് എന്നെ വിശ്വസിച്ച് തരുന്ന ഒരു സംവിധായകനായിക്കോട്ടെ, ഒരു ചാനലായിക്കോട്ടെ, അവർക്കൊരിക്കലും മോശം വരാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പം അത് അത്രയേ ഉള്ളൂ. ആ ഒരു പ്രൊഫഷൻ പറഞ്ഞാൽ എൻ്റെ പ്രൊഫഷൻ അത്രയേ ഉണ്ടായിരുന്നു. ഞാൻ മാക്സിമം ബാക്കിയൊക്കെ വന്നതാണ്. പിന്നെ ഒരുപാട് സഹായിക്കാൻ ആ ക്രൂ ഉണ്ടായിരുന്നു. ആ പെർഫോമൻസ് ബെറ്റർ ആവാൻ വേണ്ടി. പിന്നെ അന്നേരം ഉണ്ടായ നമ്മുടെ ഡയറക്ടർ സാറ്, നസീർ സാർ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ കുറുപ്പ് സാർ ആയിക്കോട്ടെ, അവരൊക്കെ ഒരു സപ്പോർട്ട് കഴിഞ്ഞാൽ പറയാൻ അറിയിക്കാമെങ്കിൽ ചില്ലറയൊന്നുമല്ല. അപ്പം അത് തന്നെയാണ് ഈ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതും ചെയ്തതും. നമ്മൾ ഇതിൽ ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി എന്നാ പറയാ. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇവിടെ ഈ മേക്കപ്പിന്റെ ഇടയിൽ നമ്മുടെ തന്നെ സതിയമ്മ ഒന്ന് ചോദിക്കുന്നുണ്ട്, ഈ ഇതിലെ നിങ്ങൾ ഇത്രയും വലിയ വില്ലനാണ്, ഭയങ്കര ദേഷ്യത്തോടെ, ഇതേപോലെ ആളുകളൊക്കെ കണ്ട് പറയാറുണ്ട്. അത് കാരണം എന്നോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല്, നമ്മള് സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ ഭയങ്കര സീരിയസ് ആണ്, പക്ഷെ നിങ്ങൾ ഇത്ര സിമ്പിൾ ആയിട്ട്. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കോമഡി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് കോമഡികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, ഇനിയും വരുമല്ലോ. പറ്റും, പക്ഷെ ഫിഗർ ഇതായതുകൊണ്ട് മാക്സിമം വരാറുള്ളത് ഒരു വില്ലത്തരാണ്. ഇതില് എനിക്ക് പെട്ടെന്ന് പറയാനുള്ളൊരു ഉത്തരം എന്താണെന്ന് വെച്ചാല്, ഞാൻ ഫേസ്ബുക്കില് കുറച്ചു മുമ്പേ എനിക്കൊരു അമ്മ എൻ്റെ ഒരു ഇതിട്ട് കമന്റ് ആണ്, ഈ നരേന്ദ്രനെ കൊല്ലാൻ ആരുമില്ലേ, ഇവനെ തല്ലിക്കൊല്ലാൻ ആരുമില്ലേ എന്നൊരു കമന്റ് ഇട്ടു. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു അവാർഡാണ് അത്. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കിനി കുറച്ച് ഇതിന്റെ ഈ തക്കാളിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഫേസ്ബുക്കിലിട്ടു. ഫേസ്ബുക്ക് എന്നെ ബാൻ ചെയ്തത്, തല്ലിക്കൊല്ലാൻ ആളില്ലേ എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലിട്ട ഫേസ്ബുക്ക് ബാൻ ചെയ്യില്ലേ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു കമന്റ്സ് ആണ് അധികം വരാറ്. അത് ഒരുപാട് സന്തോഷം തന്നെയാണ്. കുറച്ച് ഈ തക്കാളിയുടെ ഒന്ന് നോക്കണം. ഇപ്പൊ ആദ്യം ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിനകത്ത് ഉലുവ ഇട്ടിട്ട് ഉലുവ നന്നായിട്ട് മൂത്ത് അതിന്റെ ഒരു ബ്ലാക്ക് കളർ. സാധാരണ നമ്മളത് കേരളത്തിൽ ഇടുമ്പോൾ അത്രയും കറക്കില്ല, കാരണം ഈ ഉലുവ മൂക്കുന്നതാണ് ഇതിന്റെ ഒരു ഫ്ലേവർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു, നന്നായിട്ട് വഴറ്റിയതിനു ശേഷം തക്കാളി അരച്ച പേസ്റ്റ് ഒരു 3 സ്പൂൺ ഇട്ട് ഈ പരുവത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ച് പറയാനുണ്ട്, നമ്മൾ ഇടയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാം, കഥകൾ കേൾക്കാനാണ്. അപ്പം അങ്ങനെയുള്ള കമന്റ്സ് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. കാരണം ചെയ്യുന്ന റോൾ അതായത് കൊണ്ട് അത് ആൾക്കാർ ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമ്മൾ ഇത് ഒന്ന് മൂത്ത് വന്ന് ഇപ്പൊ നമുക്ക് പൊടികളിടാം. 1 സ്പൂൺ മഞ്ഞളിടാം. ഈ തമിഴ്നാട് സ്റ്റൈലിന് എപ്പോഴും കുറച്ച് എരിവും പുളിയും കൂടുതലായിരിക്കും. ഉപ്പും കുറച്ച് അതൊരു 2 സ്പൂൺ ഇടാം. മുളക് പൊടി, പിന്നെ മല്ലി, ഒരു ഫ്ലേവറിന് ഒരു മല്ലി, അതൊരു സ്പൂൺ മതി. ഈ നെഗറ്റീവ് കമന്റുകളൊക്കെ വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെ വരുമ്പോ നിങ്ങൾക്കറിയാം നമ്മുടെ പെർഫോമൻസിന്റെ അവരെ അഭിനന്ദിക്കണം, പക്ഷെ വീട്ടുകാർ ഇതൊക്കെ എങ്ങനെ കാണും? അവർ കാണുമ്പോൾ അയ്യോ എന്റെ മോനെ എല്ലാവരും ഇട്ട് പ്രാവുമാണ്, അവരും ഇതുപോലെ അവർക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമം ഉണ്ടാവും, അതോ അവരൊക്കെ എന്താണ് പറയാൻ? അല്ല, അവര് നിനക്ക് അടി കിട്ടാത്തൊരു സീനും ഇല്ലല്ലോടാ എന്നാണ് ചോദിക്കാറ്. അപ്പൊ ഈ കല്യാണ സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണത്തില് മണ്ഡപത്തിൽ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്, എന്നെ വിളിച്ച് എണീപ്പിച്ച് പോകുന്ന സീക്വൻസ്. അത് കണ്ടപ്പോ അമ്മ കുറച്ച് സങ്കടമായി. അമ്മ പറഞ്ഞു, അത് കണ്ടപ്പോ എനിക്ക് കുറച്ച് സങ്കടം. ഞാൻ പറഞ്ഞത് ഞാനല്ല, നരേന്ദ്രൻ, അത് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇവൻ എനിക്ക് നരേന്ദ്രനോട് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ഞാൻ മുത്തശ്ശി മരിക്കുന്നൊരു സീനുണ്ട്, മുത്തശ്ശി കൊല്ലുന്നൊരു സീൻ, മരിക്കുമല്ല കൊല്ലുമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ഞാൻ സത്യം പറഞ്ഞാൽ നരേന്ദ്രനെ ചീത്ത വിളിക്കുമായിരുന്നു. അപ്പൊ ഈ കഥാപാത്രം സ്ഥിരമായിട്ടൊക്കെ അഭിനയിച്ച് ശരിക്കും നരേന്ദ്രനൊക്കെ ആയിട്ട് മാറുമോ? ഇനി ഇല്ല, ഒരിക്കലും ഇല്ല. അത് വേറെ, അത് മാറാൻ പറ്റില്ല എനിക്ക്. ഇതൊന്നും മൂത്ത് നല്ലൊരു സ്മെല്ല് വരണം. നിങ്ങൾക്ക് തമിഴ് നന്നായിട്ട് സംസാരിക്കാൻ അല്ലേ? അപ്പൊ അങ്ങനെ തമിഴിലും ഈ ഒരു രൂപം അല്ലെ, അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള തമിഴ് സിനിമയിലൊക്കെ ശരിക്കുള്ള റൗഡികളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പരകായ പ്രകാശനമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ തമിഴ് സിനിമയിൽ അങ്ങനെയൊക്കെ ഒരു അവസരം, അല്ലെ തമിഴ് സീരിയൽ അങ്ങനെയൊക്കെ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതൊക്കെ ആഗ്രഹത്തിലുള്ളതാണോ? ഇതെല്ലാം ആഗ്രഹത്തിലുള്ള ബക്കറ്റ് ലിസ്റ്റിലുള്ള സാധനങ്ങളാണ്. ശ്രമം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഇതില് നരേന്ദ്രനെയാണ് ഞാനിപ്പം പിടിച്ചിട്ടുള്ളത്. തമിഴിൽ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? ഡയലോഗ് എന്തെങ്കിലും ചുമ്മാ തമിഴൊന്ന് കേൾക്കട്ടെ ആളുകൾ. നമ്മളിവിടെ ഈ വേദിയിൽ തമിഴിലെ பேசலாம், பேசிட்டு நமக்கு இது பண்ணலாம், சமையல் பண்ணலாம். சரி சரி, அது மட்டும் தான் சொல்ல முடியும். ஏன்னா டயலாக்னு வந்துன்னா எனக்கு அப்படி ஞாபகம் இல்லை. அப்போ டயலாக் ஏதாவது சொல்லி கொடுங்கன்னா நான் சொல்லுவேன், பிரச்சனையே கிடையாது. ഉറപ്പായി നിങ്ങൾ കാസ്റ്റ് നിങ്ങൾക്ക് തമിഴിൽ എന്തായാലും അഭിനയിക്കും. നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. ഓക്കെ,
നമ്മൾ ഇടാൻ മറന്നുപോയ ഒരു സാധനമുണ്ട്, ഉപ്പാണ്. ഞാൻ ഈ ഒരു പൊസിഷനിൽ ഇടാന്ന് വെച്ചത്. അതെ. അപ്പൊ നിങ്ങൾ കണ്ണൂർക്കാരനാണ്, തമിഴ്നാട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ച് അതിന്റെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ കണ്ണൂർ എന്ന് പറയുന്നത് തന്നെ അറിയാം, ഭക്ഷണക്കാരുടെ ഒരു പറുദീസയാണ്. അവിടെ കിട്ടാത്ത തരം സ്നാക്സ് ഇല്ല, അല്ലെങ്കിൽ ഇറച്ചി, മത്സ്യം, പച്ചക്കറി, പലഹാരങ്ങൾ, എല്ലാത്തിനും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സ്ഥലമാണ് മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ. അപ്പൊ കണ്ണൂരിലെ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, കണ്ണൂരിലെ ഏറ്റവും? കണ്ണൂരിൽ സ്പെഷ്യലായിട്ട് കണ്ണൂർ അപ്പം എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് നമ്മളെ ഉണ്ണിയപ്പം പോലത്തെ വെള്ള സാധനം. നമുക്കതൊന്ന് ക്ലോസ് ചെയ്തിടാം. കുറച്ചൊന്ന് ഒരു മിനിറ്റ്, കുറച്ചുകൂടെ വെള്ളം നമുക്ക്, കാരണം മീനിടുമ്പോൾ അതിനൊന്ന് വേവണമല്ലോ. അതെ, ഈ വെള്ളം ഒന്ന് കുറുകണം, കുറച്ചൊന്ന് കുറുകണം. കുഴമ്പ് രൂപത്തിലാവുമ്പോഴാണ് കുഴമ്പാവുക. കുഴമ്പാവുക. അപ്പം കണ്ണൂർ അപ്പം എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മളെ പഞ്ചസാര അപ്പം എന്നും പറയും. അത് നല്ല എനിക്കിഷ്ടമുള്ളൊരു സാധനം. അതുപോലെ ഈ ചെറുകടികളിൽ കിട്ടുന്ന കോഴിക്കാൽ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ കോഴിക്കാൽ കേൾക്കുമ്പോൾ ആൾ വിചാരിക്കും അത് നോൺ വെജ് ആണ്, ചിക്കൻ ഫ്രൈ ആണെന്ന് വിചാരിക്കും. അല്ല, അത് കപ്പ കൊണ്ട്, കപ്പ നീളത്തിൽ മുറിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അത് സ്നാക്കാണ്. നല്ല ഗംഭീരമായിട്ടുള്ള സ്നാക്ക്, നല്ല ടേസ്റ്റ്. അത് കഴിക്കാൻ ചൂടോടെ കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പം അങ്ങനത്തെ ഒന്നും ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ പേഴ്സണലായിട്ട് കൽത്തപ്പം എന്ന സാധനമുണ്ട്. കൽത്തപ്പം അത് ഞാൻ അമ്മ ഉണ്ടാക്കും. കൽത്തപ്പം അമ്മ അതിൻ്റെ ഒരു എക്സ്പേർട്ടാണ്. അപ്പോൾ അമ്മ അതുണ്ടാക്കും. അപ്പം അങ്ങനത്തെ ദിവസം ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ആ സെക്കൻഡ് പ്രോസസ്സ് കഴിഞ്ഞു, തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ കറക്റ്റ് ആ എണ്ണയ്ക്കകത്ത് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്താണ് പുളിവെള്ളം ഒഴിച്ച്, വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് ആ ഗ്രേവി കുഴമ്പ് പരുവത്തിലാവാൻ വേണ്ടിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലാണ്. അത് കഴിഞ്ഞിട്ട് മീനിടുന്നു. മീനിട്ട് കഴിഞ്ഞാൽ അവൻ്റെ പണി കഴിഞ്ഞു. അതിലായതുകൊണ്ട് പെട്ടെന്ന് വേവും. അങ്ങനെ കുളമ്പിന്റെ എല്ലാം തിളച്ച് അതിന്റെ എണ്ണ തെളിഞ്ഞ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീനിടുന്നു. ഇത് കണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ എണ്ണ തെളിഞ്ഞ് കറക്റ്റ് ചാറ് കുറുകിയതിന് ശേഷം മീനിടുന്നു. ഇനി അത് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വേവും. ഇത് നല്ല പച്ചരി ചോറാണ്. ഇന്നും കറക്റ്റ് നമ്മുടെ കുത്തിരി ചോറിനൊന്നും ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി വെച്ചാല് എല്ലാ മീൻകറിയും അങ്ങനെ തന്നെയാണെങ്കിലും ഇത് ഒന്ന് അടച്ചു വെച്ചു സാർ, ഒരു 5 മിനിറ്റ് വേണ്ട, അതൊന്ന് അയില വേവേണ്ട ഒരു ടൈം അത്രേ ഉള്ളൂ. അയിലൊക്കെ വളരെ പെട്ടെന്ന് വേവും. ഈ ഒരു കറിയുടെ എന്ന് വെച്ചാല് നമുക്ക് ചോറ്, അപ്പം, പൊറോട്ട, ചപ്പാത്തി, അങ്ങനെ എല്ലാത്തിനും കൂടി ഉപയോഗിക്കാം. ഏറ്റവും സൂപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പഴങ്കഞ്ഞിയുടെ കൂടെ ഇതിന്റെ ഒരു ചാറ്, ഒരു പീസും ആ പഴങ്കഞ്ഞി കൂട്ടി കഴിച്ചാല് വിശന്ന് പോകുന്ന സമയത്തില്ലേ രക്ഷകത ടേസ്റ്റ്. ഇവിടെ തന്നെ ആ ഒരു ഉലുവ മൂത്തതിൻ്റെ ആ തക്കാളി, മുളക് പൊടി, ആ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പം മീനൂടെ ഇട്ടപ്പോൾ മീനിൻ്റെ ജ്യൂസ് കൂടെ ആ ചാറിനകത്ത് ഇറങ്ങിയിട്ടുള്ള ആ സ്റ്റീമാണ് ഇപ്പോൾ വരുന്നത്. അയല അതേ സ്റ്റീമായി. ഇത് കണ്ടല്ലോ, ചാറക്കിനകത്ത് അയല ഇങ്ങനെ
നമസ്കാരം. ഇന്നൊരു കരിമീൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ മസാലയ്ക്ക് ഒരു ഇത്തിരി പ്രത്യേകത. സാധാരണ നമ്മൾ ചെയ്യാത്ത കുറച്ച് മസാലയാണ്. തൈരൊക്കെ ചേർത്താണ്, തേങ്ങയുടെ പേസ്റ്റ് ചേർത്താണ്. അപ്പോൾ ഇതൊരു അസാധ്യമായ രുചിയാണ് ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ട് കരിമീൻ വാഴയിലക്കകത്ത് പൊള്ളിച്ച് കഴിക്കാം. അപ്പോൾ അത് ശരിക്കും ഒരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇലക്കകത്ത് പൊള്ളിച്ച് സ്കിന്നോട് കൂടി ചുട്ടെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ മറിനേഷന് വേണ്ടിയിട്ട് നാരങ്ങ നീര് വേണം, 1 സ്പൂൺ തൈര്, 2 കരിമീനുണ്ട്. അപ്പം ഇത് ഇത്രയും തൈര് മതി. ഇത് തേങ്ങ അരച്ച പേസ്റ്റാണ്. ഇതൊരു ഓപ്ഷണലാണ്. ഇത് വേണമെങ്കിൽ ചേർക്കാം, ഇതല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കിൻ്റെ പൗഡർ ഒഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, ലേശം സാധാരണ എണ്ണയും കൂടി ഇതിനകത്ത് ഒഴിക്കണം. നോർമൽ വെളിച്ചെണ്ണ വേണമെന്നില്ല, നോർമൽ ഓയിൽ. നന്നായിട്ട് മിക്സ് ചെയ്യുക. വൃത്തിയാക്കി വരഞ്ഞു വെച്ച കരിമീനാണ്. ആ കരിമീൻ ഇതിലേക്കിട്ട് നന്നായിട്ട് മറിനേറ്റ് ചെയ്യുക. മീനകത്ത് മസാല നന്നായിട്ട് പിടിച്ച് ഒരു 10 to 20 മിനിറ്റ്സ്, മിനിമം ഒരു 20 മിനിറ്റ്സ് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതിനുശേഷം പൊരിക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് വെളിയിൽ വെച്ചിട്ടാണ് ഇത് പൊരിക്കേണ്ടത്. അപ്പോൾ ഒരു മിനിമം ഒരു 20 മിനിറ്റ്, ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കൂടുതലിരുന്നാൽ കൂടുതൽ അതിൻ്റെ മസാല, അതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ അതുപോലെ മറിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഇത് ഇലക്കകത്ത് പൊള്ളിച്ചെടുക്കുന്നതാണ്. ആദ്യം ഒരു പാൻ ചൂടാക്കണം. ലേശം വെളിച്ചെണ്ണയാണ്. ഇത് 916 കോക്കനട്ട് ഓയിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ കൊപ്രയിൽ നിന്നാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കിയത്. തേങ്ങയിൽ നിന്ന് തന്നെ പ്രോസസ്സ് ചെയ്ത് ശുദ്ധമാക്കിയെടുത്ത വെളിച്ചെണ്ണയാണ്. ഇത് വാഴയിലാണ് ഈ മീൻ പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്കിന്ന് കൃത്യമായിട്ട് കിട്ടും. അതിനാണ് ഇല കരിയായിരിക്കാൻ വേണ്ടി ലേശം എണ്ണ ഒഴിച്ചു. വീണ്ടും ഒരല്പം വെളിച്ചെണ്ണ, അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ കുറച്ച് ഇഞ്ചി ഇടണം, ലേശം കറിവേപ്പില. ഈ കരിമീൻ ഈ ഇലയിൽ വെച്ച് തന്നെ പൊള്ളിച്ചെടുക്കും. ഇതിലേക്ക് മേലെ വീണ്ടും കുറച്ച് പച്ചമുളക്, ലേശം ഇഞ്ചി, കറിവേപ്പില, ഇത് നമ്മുടെ ഫിഷിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഗ്രില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് തിരിച്ചിടുകയാണ്. ഈ ഇല വിട്ടു വീണ്ടും അതിലേക്ക് തിരിച്ചു. ഇതാണ് ആ ഇല നന്നായിട്ട് പൊള്ളി അതിൻ്റെ സ്കിന്നൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ആ ഫിഷിൻ്റെ ഒരു സൈഡ് ഗ്രില്ലായിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ വശവും വീണ്ടും ഒരു 2 മിനിറ്റ്സ് ഈച്ച് സൈഡാണ് ഇത് വേണ്ടത്. ആദ്യത്തെ നമ്മളൊരു 3 മിനിറ്റത്തോളം ഫസ്റ്റ് സൈഡിലിട്ടു. ഇനി തിരിച്ച് 2 മിനിറ്റ് കൊണ്ട് ആ വശവും ആയിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ കരിമീൻ ഗ്രില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കരിമീൻ റെഡി ആയിരിക്കുകയാണ്. അവസാനമായിട്ട് ലേശം കുരുമുളക് ഇതിൻ്റെ മേലേക്ക് വെതറി കൊടുക്കുന്നു. ഫിഷ് ഈസി ആയിട്ട് കുക്കായിട്ടുണ്ട്. 2 സൈഡും ഒരു പ്രശ്നമില്ലാതെ നമുക്കിങ്ങനെ എടുക്കാം. അപ്പോൾ സിമ്പിൾ ഹമ്പിൾ കരിമീൻ വാഴയിൽ പൊരിച്ചെടുത്താണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്.